കേക്കോടാ. ഹലോ എടാ സർക്കടാ ചുമ്മാ തമാശ കളിക്കല്ലേ, തമാശ കളിക്കല്ലേ ഒരാള്. വാറ്റണ്ണാണോ? വാറ്റണ്ണ വാറ്റണ്ണ കാണത്തില്ലല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കാം. വാറ്റണ്ണ അവൻ ഉണ്ണിക്കുട്ടൻ ഇല്ലേ അണ്ണ? അണ്ണൻ തോറ്റണ്ണ. ഉണ്ണിക്കുട്ടൻ തോറ്റ്. ഇത്ര നേരം കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ ഇപ്പൊ ലൈവ് ഒക്കെ ഇട്ടൊന്ന് ചില്ലാക്കാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ഇത് എവിടെ പിടിച്ചിരുത്തിയതാ. കാര്യമായിട്ട് പിന്നെന്തോ തമാശക്ക് തോക്കുമല്ലോ. മക്കളെ നീ ഒന്നും വിചാരിക്കണ്ട, നീ അടുത്ത ട്രൈ ആക്കടാ. എഴുതണമല്ലോ. എന്ത് ട്രൈ മാറ്റണ? ബാക്കി എല്ലാം അവൻ ജയിച്ചണ്ണ. അവനെ കണക്കിന് മാത്രം തോപ്പിച്ചിട്ടണ. അളിയ നിനക്ക് കാര്യം അറിയാ? വാറ്റണ്ണത് കേക്കണം. അടുത്തൊരു ട്യൂഷൻ സെന്റർ ഉണ്ടേ. അപ്പൊ അവിടെ നിന്ന് വേറെ ട്യൂഷനിലോട്ട് മാറ്റി. അയാള് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഞാനൊക്കെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ആ ട്യൂഷനിൽ നിന്ന് മാറ്റി. അപ്പൊ അയാള് പറയണേ ഇവ ഒരു കാലത്ത് ജയിക്കത്തില്ല, ഇവൻ ഗുണം പിടിക്കത്തില്ല, തോറ്റു എന്നൊക്കെ പറഞ്ഞേ. തോറ്റു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ ജയിച്ചിട്ട് മാസമായിട്ട് പുള്ളിയുടെ ഫ്രണ്ടിൽ ചെല്ലാന്നാ. ഇനിയിപ്പോ പുള്ളിയുടെ ഫ്രണ്ടിൽ ചെല്ലാൻ പറ്റുമോ? തോറ്റുപോയില്ലേ? പുള്ളി പറഞ്ഞ സത്യമായില്ലേ? ഇരുത്തമൊക്കെ കേട്ടോണ്ട എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഞാൻ നോർമലായിട്ട് സംസാരിക്കണോ അതോ ജാരായിട്ട് സംസാരിക്കണോ? എങ്ങനെയാന്ന് വെച്ചാ അവനൊന്ന് ഹീൽ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവനെങ്ങനെ ഒന്നാമത് തളർന്നിരിക്കും. അവൻ കയറൊക്കെ എടുക്കാൻ പോയതാ. ഞാൻ ഉള്ളോണ്ട് ഇതിപ്പം അവനെയാണ് ഫുൾ എ പ്ലസ് ആയിരുന്നെങ്കിൽ വാസണ്ണ ഐഫോൺ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇതിപ്പോ ഫുൾ എ പ്ലസ് കരുട്ട് പറഞ്ഞു. വാസണ്ണ ഐഫോൺ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ഫുൾ എ പ്ലസ് ആണെങ്കിൽ. ഇതിപ്പോ ഫുൾ എ പ്ലസും ഇല്ല, എ പ്ലസും ഇല്ല. ആക്ടിങ് ആണെങ്കിൽ വീണ്ടും ഇവന്റെ മാർക്ക് ലിസ്റ്റ് വീണ്ടും ഇവന്റെ തപ്പി നോക്കിയിട്ട് ഹലോ പറ. ഉണ്ണിക്കുട്ടാ തോറ്റോ? നീ തോറ്റണ്ണ. അവൻ തോറ്റ്. നാണം ഉണ്ടോടാ നിനക്ക്? നാണം ഉണ്ടോ? മൂത്തവനും കൊലച്ചില്ല, ഇളയവനും കൊലച്ചില്ല. നിന്നെയൊക്കെ വളർത്തിയിട്ട് പുള്ളിക്ക് എന്ത് ഇതാടാ കിട്ടുന്നേ? അച്ഛനാണെങ്കിലേ ഈ വിഷമത്തി ബാറിപ്പോയി അടിച്ച് അവിടെ തന്നെ ഇന്ന് കിടക്കുക. ഇന്ന് വരുന്നില്ല ഇങ്ങോട്ട് വീട്ടിൽ. അല്ല, പുള്ളിക്കാരൻ വിഷമം മാറ്റാൻ അവിടെ ഇത് ഉണ്ടാക്കാം, പന്തലിടാ. മണിയാ അടിച്ചു വെച്ച ഫ്ലെക്സ് എന്ത് ചെയ്യടാ മണിയാ? തലവരെ അടിച്ചുള്ളൂ. തലയടിച്ചില്ല, ഉടനെ വരെ അടിച്ച്. ശരിക്കും തോറ്റു. എന്നാ പിന്നെ നീ 10ാം ക്ലാസ് ഒക്കെ കുഴപ്പമില്ല. അടുത്ത പിന്നെ എന്തിനാ പഠിക്കുന്നത്? തോറ്റെങ്കി 10ാം ക്ലാസ് വരെ ജയിക്കാൻ പറ്റൂലേ? എന്തിനാണ് ഇവനൊക്കെ ഇനി പഠിക്കുന്നേ? അണ്ണാ ഞങ്ങളുടെ ഒരു കൊലത്തില് ഏറ്റവും കൂടുതൽ മനസ്സിലായ അണ്ണനെ ആ ഒരു മാർക്ക് മേടിച്ചിട്ടുള്ള ഞാനാണ്. കുലത്തില് ഞാനും ബോബോയാണ്. ഞാനും ബോബോയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിട്ടുള്ളത്. അച്ഛനിൽ എന്റെ ബോബോയുടെ പ്രതീക്ഷ പോയി അല്ലേ ബോബോയെ? മണിയോ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നേ? പറ്റിക്കുന്നത് അതോടെ തോറ്റേനെ പിന്നെ ജയിപ്പിച്ചെന്ന് പറയാൻ പറ്റുമോ? ആൾക്കാരെ അതല്ലേ പറ്റിക്കുന്നത്. നിങ്ങൾ ഇതിലൊന്നും വീടല്ലേ? എത്ര രാവിലെ വൈകിട്ടും ട്യൂഷൻ ഉണ്ടായിരുന്നാടാ? രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഉച്ചയ്ക്കും കൂടെ പോയതാ. ഉച്ചക്ക് നീ എന്തോ ട്യൂഷന് പോയേ? അല്ല അണ്ണ, രാവിലെ ട്യൂഷൻ, അത് കഴിഞ്ഞ് ക്ലാസ്, വൈകിട്ട് ട്യൂഷൻ. എടാ പുള്ളി ഇതുവല്ല SIP-യിലോ HDFC ഇട്ടിരുന്നെങ്കിൽ പുള്ളിക്ക് 10% റിട്ടേൺ എങ്കിലും കിട്ടിയാനെ. സത്യമാണ് സത്യം. ഇതിനൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ അവനെ സമാധാനിപ്പിക്കാനുള്ള സമയത്ത് സമാധിരിക്കാനോ? അവനോ അത് സമാധാനിപ്പിക്കാനുള്ള സമയത്ത് പറയേണ്ട വർത്താനമാണ് ഇപ്പൊ അന്ന് പറഞ്ഞത്. അച്ഛാ അവൻ തോറ്റുപോയതിന്റെ കാര്യം പറയുന്നു. മണിയൻ ഞാൻ ലൈവില് വന്നിട്ട് അവൻ ജയിച്ച കാര്യം പറയാൻ വേണ്ടി ചോദിച്ചു. അവൻ തോറ്റുപോയില്ലേ അച്ഛാ? അവൻ എന്റെ വിഷമത്തിലേക്ക് ഇരിക്കുക. മണിയനുണ്ട്. ഈ അച്ഛനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ ബാറിൽ ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ക്യാമറ കളിക്കുവന്ന്. ഇവിടെ അങ്ങനല്ല. നീ സംസാരിച്ചോ. പൊട്ടനാണോ? പിന്നെ ശരത്തേട്ടനുണ്ട്. ഞാനോ? അല്ലല്ല, ഇവിടെ തൊലിയാർ മണിയൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക്. ഇളയ പുത്രൻ തോറ്റല്ലേ അച്ഛാ?
എന്റെ കുഞ്ഞ് 83% മാർക്കോടുകൂടി ജയിച്ചിരിക്കുകയാണ്. ഞാനത് പറയാൻ വേണ്ടിട്ട് ലൈവിലോട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാരും അടുക്കുന്നില്ല. തൊലിയാറും മണിയും കാരണം ആരെയും അടുപ്പിക്കുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ, ചാച്ചനെ മൂത്തവനെ ഒരു ഉപയോഗമില്ലാതെ തീറ്റി പോറ്റുന്നേ ഇവന് പിന്നെ അവന് ഉപയോഗം ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഉപയോഗത്തിൽ അങ്ങ് നിന്നോട്ടെ. അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന്. അവനല്ലേ ആദ്യത്തെ പുത്രൻ. കണ്ണൻ പറഞ്ഞ ഇവൻ പ്ലസ് ടു ജയിച്ചായിരുന്നോ? ജീവൻ പ്ലസ് ടുവിന് അവന് ജയിച്ചു. പക്ഷെ എത്ര സപ്ലി ഉണ്ടോ? സപ്ലി അല്ലല്ല, പിന്നെ എന്താ പ്ലസ് 1 അല്ലേ? രണ്ടെണ്ണം തോറ്റു. നീ പ്ലസ് 1 കേട്ടിട്ടുണ്ടോടാ ബോബോയ്? കണ്ണൻ പറഞ്ഞ അച്ഛൻ ബാറിലെന്തോ ഇരിക്കുക, അവൻ തോറ്റ അച്ഛൻ ബാറിൽ വെള്ളം അടിച്ച് ഓഫ് ആയിട്ടിരിക്കുന്നൊക്കെ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ബാറിലെ വെള്ളം കുടിക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ അമ്പലത്തിലായിരുന്നു. അമ്പലത്തിലൊക്കെ പോകുന്നല്ലോടാ മണിയെ, നിന്നെ പോലെ വെള്ളം അടിച്ച് കിടക്കുന്നതല്ലോടാ. വെള്ളം അടിക്കുന്ന വീട്ടിൽ ഇരുന്നിട്ട് 2 പെഗ് അടിക്കും. അതൊന്നുമില്ല ആഴ്ചയില്. എന്താന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നേരെ മദ്യം അടിക്കുന്നു. എടാ നിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നാട്ടുകാരെല്ലാം നിന്നെ തെറി പറയും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിന്നെ എല്ലാരും കൂടെ കൊള്ളും. നിനക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കുഞ്ഞു. ഇവന് ഒന്നിനൊന്നുമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അച്ഛാ, എന്തെങ്കിലും പറ, അവൻ ജയിച്ചോ അവന്റെ മാർക്കെല്ലാം ഇടന്ന് പറഞ്ഞ്. എന്തിനെന്നറിയാം? തെണ്ടാന ആദ്യം വാസുവിനെ വിളിച്ചിട്ട് വാസുണ്ണ എന്തെങ്കിലും ഇടണ എണ്ണ പിച്ചച്ചട്ടിയിലോട്ട് ഇടാൻ വേണ്ടിട്ട് ആദ്യം അവനാ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 50-50 ആണെങ്കിൽ ഞാൻ പറയാന്ന്. അത് പറ്റത്തില്ല അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടം. ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അവന് ഏതാ താല്പര്യം. നമ്മുടെ കുടുംബത്തിൽ വേണ്ടേ? ഇല്ല അവൻ അല്ലല്ല, ഇപ്പൊ ഒരു നേഴ്സ് ഉണ്ട്, അത് മതി. അത് ഡോക്ടറിന് തുല്യം ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഡോക്ടറിന് തുല്യമായിട്ടൊരു ആളുണ്ട്. അതുകൊണ്ട് ഇനി അത് വേണ്ട. പിന്നെ ഇവന്മാർക്ക് താല്പര്യമുള്ളതല്ലേ എടുക്കാൻ പറയാൻ പറ്റത്തുള്ളൂ. വേണ്ട വേറെ എടുത്തിരിക്കുന്ന ഒരു പോത്തൻ. അവനോടെന്താ പറഞ്ഞിട്ട് അവനോട് നല്ലപോലെ ഉപദേശിച്ചാ, നിനക്ക് എന്ത് വേണോ, നിനക്ക് എന്ത് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും നിനക്ക് ഞാൻ ചെയ്തു തരാം. അന്ന് പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ പൊട്ടനുണ്ടല്ലോ അവൻ എന്തെല്ലാം പറഞ്ഞിട്ടും അവന് അവസാനം ഒരു സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നും പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് എടുത്ത അവസാനം പൈസ പോയത് വെച്ചാ ഇവിടെ അത് കഴിഞ്ഞിട്ട് വേറൊരു പൊട്ടന ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കോഴ്സിലോട്ട് ചേർത്ത്. അവനത് കോഴ്സ് കരകയറി, ഇവനത് നീതി താഴെ കിടന്നു. ട്രേഡിങ് എന്ത് ട്രേഡിങ് ഉണ്ട്? എന്തേലും ട്രേഡിങ് അറിയോ? ഇന്നത്തെ മാർക്കറ്റ് വാല്യൂല് പോയിട്ട് ഒരു കിലോ ഉള്ളിയുടെ വില വെച്ച് അവൻ അറിയത്തില്ല. ട്രേഡിങ് പഠിക്കാൻ പോകുന്നു. എന്തേലും അമ്മമാർക്കറിയാം. ആ സ്വന്തം കട നടത്തുന്ന അമ്മ കട നടത്തുന്ന ആ അമ്മയുടെ കടയിൽ പോയിട്ട് എടാ ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. അവൻ വേറെ വല്ലൊരു കടയിൽ പോയിട്ട് ഇതിന് ഉപ്പില്ല പഞ്ചാരയില്ല എന്ന് പറയും. കുറ്റം പറയാനല്ലാതെ നീ ആ സീറ്റിൽ നിന്ന് മാറിയിട്ട് അച്ഛനെ സ്ട്രീമർ ആക്കണം. അച്ഛൻ കോടികളുണ്ടാക്കും ഇങ്ങനെയാണെങ്കിൽ. ഇതുപോലെ അല്ല പറയുന്നതിനൊരു ഇമാരക്കൊന്നും ഉണ്ടല്ലോ, ഒരു ലോജിക്കും ഇല്ല. ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയില്ല. ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു ഫീൽഡ് ഇതായി പോവുള്ളൂ. അച്ഛാ ചോദിച്ചു നോക്കിയാണ് ആരാണ് അവനെ ഞാൻ ട്രേഡിങ് പഠിക്കണം പുഷ് ചെയ്തത് ചോദിച്ചു നോക്ക്. ഒന്നുമില്ല. ഇവനൊക്കെ ആദ്യത്തെ സമയം നിങ്ങൾക്ക് കാണാം. എന്നിട്ട് 4 ഐറ്റം പഠിക്കാനായിട്ട് ഇവൻ നോട്ട് ബുക്ക് വാങ്ങിച്ചോണ്ട് 4 നോട്ട് ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞോ ചന്ദ്രൻ. അതെ സംസാരിക്കുന്ന ആള് ഇപ്പൊ സംസാരിക്കുന്നില്ല, ഇതിനു മുമ്പ് സംസാരിച്ച ഏത് യുമാർ രക്ഷപ്പെടത്തില്ല മോനെ. കാരണം ഇതാണ് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ്ട് ഈ സാധനത്തിൽ ഇരുന്ന് കളിച്ച് നിങ്ങളെയൊക്കെ 4 തെറി പറയാനും അതിനൊക്കെ മിടുക്കനാ. പിന്നെ നല്ല കഴിവുണ്ട്.
അവൻ നല്ല പിന്നെ സ്കിൽ പോയിന്റ് ഉള്ള ഒരു ചെറുക്കനാണ്. പക്ഷെ അതിലോട്ടൊന്നും പോവില്ല. ഇതിലിരുന്ന് നിങ്ങളെ 4 തെറി പറയാനാണോ അല്ലെ കളിക്കാനാണെങ്കിൽ ഓക്കെ. എത്ര 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 പേര് പറഞ്ഞിരുന്നാലും എനിക്ക് പഠിക്കണം, പഠിക്കണം, എന്നാ പഠിക്ക്, എനിക്ക് അവിടെ പോകണം, പഠിക്ക്, എത്ര രൂപ വേണം, ഒരു 20,000 രൂപ അവിടെ ആദ്യം അടയ്ക്കണം. ഓക്കെ, 28,000 രൂപ അടച്ചു, അത് പോയി ഗോവിന്ദ. അത് കഴിഞ്ഞിട്ട് വേറെ എന്തിനൊക്കെ എല്ലാം കൂടെ ഒരു കുറഞ്ഞ ഒരു 1,00,000 രൂപ ആ വകുപ്പിന് പോയി. പറഞ്ഞല്ലേ അച്ഛാ. അടുത്ത അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൊട്ടം വന്നു. അവന്റെ വാക്ക് കേട്ടിട്ട് ഇവൻ 2-3 എണ്ണത്തിന് പോയിട്ട് എന്തൊക്കെ ചെയ്തു. ആദ്യം സോഹ ഇവനെല്ലാം വന്ന് പറയും. ഇവൻ ഭയങ്കര സെന്റിയാ കേട്ടോ. അയ്യോ അവന് ഭയങ്കര സെന്റിയാ. അവൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവൻ ആദ്യം അയ്യോ അച്ഛനെ അങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ മിണ്ടത്തില്ല, അച്ഛനോടൊന്നും മിണ്ടത്തില്ല, പിണങ്ങും എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ, അവിടുത്തെ ആ തൊടുപുഴ അല്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ, ആ തൊടുപുഴ ആറിന്ന് അങ്ങോട്ടൊന്ന് ചാടി നോക്കെന്ന് പറഞ്ഞു. അവൻ അത് പറ്റത്തില്ല, അവൻ സെന്റി അടിക്കുന്നവനാ. ഇതൊക്കെ ഇവനാണ് ഏറ്റവും വഷളൻ. അതിനെ കൂട്ടുപിടിച്ച് 2-3 പേരുണ്ട്. ഇനി വേറെ സക്കീർ, വേറെ 1-2 പേരുണ്ട്. ഇവന് ഇതാണ് പരിപാടി. എടാ എന്നാ നീ നന്നാവടാ. നാണ്ട 23-ാം തീയതി ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോ ഫാമിലിയിലുള്ളവനെന്ന് പറഞ്ഞ് നാണ്ട തൂങ്ങി വന്നിരിക്കുക. പോട്ടെ കുഴപ്പമില്ല, നീ വാ എന്ന് പറഞ്ഞു. എടാ നീ അവിടുന്ന് വരുമ്പോ തൊടുപുഴയില് ഏറ്റവും കൂടുതൽ ഇപ്പം സീസണായിട്ട് കിടക്കുന്ന ഇച്ചിരി പിന്നെ പൈനാപ്പിൾ ഉണ്ട്, നീ അവിടെ നിന്ന് ഒരു 2-3 പൈനാപ്പിൾ വാങ്ങിച്ചിരുന്നത്. അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാ, അച്ഛാ ഞാൻ പിന്നെ എറണാകുളത്ത് എത്തി, പക്ഷെ എനിക്ക് പൈനാപ്പിൾ വാങ്ങാൻ പറ്റില്ല, അവിടെ ഇല്ലായിരുന്നെന്നും എന്നോടാ പറയുന്നത്. ഇതുപോലെ കള്ളത്തരം പറയുന്നവനുണ്ടല്ലോ, ഇറങ്ങി വാങ്ങാൻ മടി. ഞാനല്ലേ അവനെ നന്നാക്കാൻ, അച്ഛനെന്തിനാ അവന്റെ കാര്യം. നിന്നെ ആദ്യം തല്ലണം. എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല എന്ന് പറയുന്നില്ലേ, ആ ഒരു സ്റ്റേജ് അവന്റെ. ടെൻഷൻ കണ്ണൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ ചോദിക്കുന്നു. ആര്? നിനക്കൊരു കുട്ടിയുടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടോ അവൻ? ഞാൻ ജിമ്മിൽ കറക്റ്റ് ആയിട്ട് പോകുന്നില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ സഹിക്കാൻ പറ്റാത്തത് അവരെ മെനു ആണ്. ഈ മെനു അവര് കൊടുത്തിട്ടുണ്ട്, ആ മെനു അനുസരിച്ചിട്ട് ഇവിടെ സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കൊള്ളത്തില്ല, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഉടനെ നേരെ ഒരു അൽഫാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു ഷവർമ. അവരിതൊന്നും കഴിക്കല്ലേന്ന് പറഞ്ഞിരിക്കുന്നതാ. ജിമ്മിൽ പോകുന്നു വെയിറ്റ് കുറയ്ക്കാൻ. ഫുഡ് പോയിസൺ ആയോണ്ടല്ലേടാ. ഫുഡ് പോയിസൺ ആകുമ്പോഴത്തേക്ക് ഹോട്ടലിലെ പറ്റും, ഇവിടെ വീട്ടിലെ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ പോയിസൺ കിട്ടുന്നത് വീട്ടിലെ ഇവന്മാർക്ക്. എടാ അവന് 83% ഉണ്ട് മോനെ. കണ്ണനക്കാലം ഉണ്ട്. കണ്ണ CBSE അല്ലേ CBSE പാടാലോ വെച്ചാ. അന്ന് എളുപ്പമായിരുന്നു, ഇന്ന് പാടാണ്. വ്യത്യാസമുണ്ട് മോനെ. ഇയർ മാറുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ അവൻ എഴുതുമ്പോഴത്തേക്ക് SSLCയുടെ മാറ്റമായിരുന്നു, അത് മാറി. ഇനിയിപ്പോ അടുത്ത പുതിയ നിയമം ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവരെ അപ്ഡേഷൻ. അടുത്തത് മാറും. ഇപ്പൊ ഒരു ഇത്ര ശതമാനം ആക്കിയില്ലയോ, ഇനി അടുത്തറിയാം എത്രയാവും എന്നുള്ളത്. റൂം പണിയുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്താ നീ പിരിവിന് വല്ല ഇറങ്ങാൻ പോകണം അവന്റെ റൂം പണിയുന്നതിന്? എടാ നിനക്ക് ഇപ്പോഴെങ്കിലും പിച്ചെടുക്കാതിരിക്കാനും കൂടെടാ. പിന്നെ അവന്റെ റൂം പണിയാണ്, അവനല്ലേ പണിയുന്നത്. അവന്റെ കാശ് വരുന്നുണ്ട്, അവൻ പണിയും. ഇവൻ പറയണതൊന്നും കേൾക്കത്തില്ല. ഇവൻ പറയുന്നത് അത് കാരണം ഇവന് കമ്മീഷൻ വേറെ കിട്ടും. അവൻ അപ്പുറത്തോട്ട് പറയും, എടാ കണ്ട അവിടുത്തെ റൂം പണിയുന്നുണ്ട്, അതിന്റെ ഇത്ര % എനിക്ക് തരണമെന്ന് പറയും. ആ 2 പേര് വന്നവരെ ഞാൻ മാറ്റിച്ചു. എന്നിട്ട് ഞാൻ 3ാമത്തെ ഒരാളെ എടുത്തിരിക്കുക. ഇനിയിപ്പോ അവന്റെ അഡ്രസ് ഉടനെയോട് പറഞ്ഞു കൊടുക്കല്ലേന്ന് പറഞ്ഞു. എനിക്ക് ചിരിക്കാൻ പോയി.
ചന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മുടെ ഏസലിന്റെ അച്ഛൻ. ഏസലില്ലേ? ആ, ആ, ഏസലിന്റെ അച്ഛൻ. ചന്ദ്ര മനസ്സിലായി തോന്നിയ ദിവസം പറയല്ലേ. ഇടയ്ക്കൊക്കെ കുറയ്ക്കും. ആ, അതെ. അല്ല അത് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ ചിലപ്പോ പറയും ഏസലിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ നമ്മളെ വിളിക്കുന്നത് ചിലപ്പോ അതാണ്ട് അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയും. ഈ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ പണ്ടുള്ള പിള്ളേർ പറയുന്നത് പൊതി കൊണ്ടുവന്നെന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയിരിക്കും പോലെ. ആ ജയിച്ച്. ഒരു ഫോൺ ഉണ്ടായിരുന്നു, ഒരു ഫുള്ള് A+ കിട്ടുകയാണെങ്കിൽ അത് പോയി കിട്ടി. അതിന്റെ വിഷമത്തിലായിരിക്കുന്നത്. ഫുൾ A+ തന്നെ വാസണ ഐഫോൺ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. അവന് ഷീറ്റ്സ് കൊടുത്ത് എന്നെ കൊണ്ട് പറഞ്ഞു ഞാൻ വെറുതെ കേൾക്കുന്നത്, ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുക്കാം ഗിഫ്റ്റ്. അതൊക്കെ കൊടുത്ത് വേണ്ട. എനിക്ക് 65% മാർക്ക് കിട്ടിയപ്പോ എനിക്ക് കിട്ടിയില്ലേ? ഞാനില്ലായിരുന്നു വന്നിട്ട് നിനക്ക് തരേം 65% മേടിച്ചത് വലിയ വിലയില്ലല്ലോ. അന്ന് വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്ക്. പോടാ അവന് ഫോണ് വേണമെന്ന് പറഞ്ഞ് ഫോണ് വാങ്ങിച്ചു കൊടുത്തു. അന്നൊക്കെ ഒരു ഫോണ് വാങ്ങാന്ന് പറഞ്ഞാ നിങ്ങളന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴത്തെ വിലയിലൊക്കെ വലിയ വിലയുടെ ഫോണൊന്നും അല്ല. ആയിക്കോട്ടെ ഉള്ളത് 30,000 രൂപയുടെ ഫോണാണ് മേടിച്ചത്. പോരെ. എന്റെ എടാ നിന്നെ പോലെ വെറുതെ ചേറി ഇരിക്കുവല്ല, അവിടെ പണിയെടുക്കുമായിരുന്നു. അപ്പൊ വെയിലത്ത് കിടന്ന് നമ്മൾ അധ്വാനിക്കുമ്പോ നമുക്ക് കിട്ടുന്ന 25,000 ഫോൺ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവന് അവൻ പറയുന്നില്ലേ പോട്ടെ. അവനെ വിട്ടിങ്ങനെ ചെയ്യാൻ പറയണം. ആ അപ്പൊ മനസ്സിലാവും. അല്ല ഇവനൊന്നും പുറത്തിറങ്ങത്തില്ലല്ലോ. പുറത്തിറങ്ങിയ AC വേണം. കക്കൂസി പോയ AC വേണം. ഇപ്പൊ നീ കക്കൂസിലും കൂടെ AC ആയിട്ടിരിക്കണമെന്ന് നോക്കിയിരിക്കുക. തിരിച്ചു പോകാനായിട്ട് ഞാൻ തിരിഞ്ഞു പോകണോ നിനക്ക് കാണണോ? അച്ഛൻ തിരിച്ചു പോകുന്നത്. എടാ ഞാൻ തിരിഞ്ഞു പോകുന്നത് നിനക്ക് കാണണോ? കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണ്ട, പിന്നെ നീ വരുമ്പോ കാണിച്ചു തരാം. അച്ഛനെ തിരിച്ച് ഗൾഫിൽ കയറ്റി വിടണം. നമ്മളൊക്കെ ഒരു കുടുംബം എന്ന് പറഞ്ഞാണ് ഇപ്പൊ നടക്കുന്നത്. അത് പറഞ്ഞോണ്ട് കിടക്ക. എനിക്ക് മനസ്സിലായില്ലേ ഏത് പിന്നെ ഈ തച്ചോളി കുടുംബത്തിലാണോ ഇനി വടക്കൻ ഇതിലാണോ കളരിയിലാണോ എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഞാൻ കളരിക്ക് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലോ? എങ്ങനെയുണ്ട്? അല്ല ഓക്കെ. ചുമ്മാ എടാ ബോബോയ് നിന്നെ വെറുതെ ഇതാക്കിയതാണ് കേട്ടോ. നീ ഒന്നും വിഷമിക്കല്ലേ. വിഷമിച്ചാലും ഒന്നുമില്ല, കുഴപ്പമില്ല. ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. ശരി ശരി. ഒരു ചാനൽ ഉണ്ടായി കൊറ. ലൈവായിട്ട് ഇടായിരുന്നേ. അവന് ടെൻഷൻ തോക്കുന്ന് ഉറപ്പായിരുന്നല്ലോ എന്തൊരു. പിന്നെ ലൈവായിട്ടൊന്നും ഇടാൻ നിന്നില്ല. ഒരു മര്യാദയൊക്കെ വേണ്ടേ? അല്ല ഗൈസ് നിങ്ങളൊക്കെ ജയിച്ചോ? എത്താണ്